ശബരിമല കഴിഞ്ഞാൽ ഒരു ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ. ദക്ഷിണകാശി എന്നാണ് വിശേഷണം. ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് ഉത്സവകാലം. ഭഗവാൻ പരമശിവനെ അപമാനിക്കാൻ സതിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ. ഇവിടെ ജലാശയത്തിന് നടുവിൽ സ്വയംഭൂവായി മണിത്തറയിൽ മഹാദേവനും ശക്തി ചൈതന്യമായ പാർവതി ദേവി അമ്മാറക്കൽ തറയിലും സ്ഥിതി ചെയ്യുന്നു. വൈശാഖോത്സവ സമയത്ത് മാത്രമേ അക്കരെ കൊട്ടിയൂരിൽ പൂജയുള്ളൂ. ബാക്കി കാലത്ത് ഇക്കരെ കൊട്ടിയൂരിലാണ് ഭഗവാൻ സന്നിഹിതനായിരിക്കുക. ഇക്കാലത്ത് അക്കരെ കൊട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനമുണ്ടാവില്ല. ഈ വൈശാഖോത്സവ കാലത്തും കൊട്ടിയൂരിൽ മഴയെത്തി. പ്രദക്ഷിണ വഴിയിൽ ജലമൊഴുക്കിയിരിക്കണമെന്ന ആചാരപരമായ നിബന്ധനയുള്ള ഏക ക്ഷേത്രവും ഇവിടം മാത്രമാണ്. ത്രിമൂർത്തികളും 33 കോടി ദേവകളും ഒന്നിച്ചുകൂടി ദക്ഷയാഗം നടന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കൊട്ടിയൂരിൽ എത്താൻ കഴിയുന്നത് പോലും പുണ്യമായി കരുതുന്നു. കൊട്ടിയൂരമ്പലം കൈലാസമായി, ഭക്തപ്രവാഹത്തിൻ ഗംഗയാറായി, ദക്ഷന്റെ ഹോമത്തിൻ ഭൂമി വിളങ്ങി, ദക്ഷിണ കാശിയെ നമ്മൾ വണങ്ങി. സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്ന മൂർത്തിയല്ലോ കൊട്ടിയൂരമ്പലം കൈലാസമായി, ഭക്തപ്രവാഹത്തിൻ ഗംഗയാറായി, ദക്ഷന്റെ ഹോമത്തിൻ ഭൂമി വിളങ്ങി, ദക്ഷിണ കാശിയെ നമ്മൾ വണങ്ങി. സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്ന മൂർത്തിയല്ലോ കൊട്ടിയൂരമ്പലം കൈലാസമായി, ഭക്തപ്രവാഹത്തിൻ ഗംഗയാറായി, ദക്ഷന്റെ ഹോമത്തിൻ ഭൂമി വിളങ്ങി, ദക്ഷിണ കാശിയെ നമ്മൾ വണങ്ങി. സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്ന മൂർത്തിയല്ലോ കൊട്ടിയൂരമ്പലം കൈലാസമായി, ഭക്തപ്രവാഹത്തിൻ ഗംഗയാറായി, ദക്ഷന്റെ ഹോമത്തിൻ ഭൂമി വിളങ്ങി, ദക്ഷിണ കാശിയെ നമ്മൾ വണങ്ങി. സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്ന മൂർത്തിയല്ലോ കൊട്ടിയൂരമ്പലം കൈലാസമായി, ഭക്തപ്രവാഹത്തിൻ ഗംഗയാറായി, ദക്ഷന്റെ ഹോമത്തിൻ ഭൂമി വിളങ്ങി, ദക്ഷിണ കാശിയെ നമ്മൾ വണങ്ങി. സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്ന മൂർത്തിയല്ലോ കൊട്ടിയൂരമ്പലം കൈലാസമായി, ഭക്തപ്രവാഹത്തിൻ ഗംഗയാറായി, ദക്ഷന്റെ ഹോമത്തിൻ ഭൂമി വിളങ്ങി, ദക്ഷിണ കാശിയെ നമ്മൾ വണങ്ങി.